നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോക ജനത ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഗൾഫ് രാഷ്ട്രമാണ് UAE. സ്വദേശികളെ പോലെ തന്നെ പ്രവാസികളെയും കാക്കുന്ന പ്രവാസ ലോകം അത് UAE തന്നെ. ഇന്ന് UAEക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിന്റെ ഉയരമായിരിക്കുകയാണ് UAE. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന്റെ നാടുകൂടിയാകുന്നു. ചൊവ്വയിൽ സാന്നിധ്യം അറിയിച്ച 5 രാജ്യങ്ങളിൽ ഒന്ന്. ലോകമെങ്ങുമുള്ള സഞ്ചാരികളുടെ പ്രിയ നാട്, ഇന്ത്യക്കാരുടെ രണ്ടാം വീട് എന്ന് തന്നെ പറയാം. ഈ നേട്ടങ്ങളിലേക്കെല്ലാമുള്ള UAEയുടെ സഞ്ചാരത്തിന്റെ ടേണിംഗ് പോയിന്റ് കൃത്യം 50 വർഷം മുമ്പായിരുന്നു. അതായത് ഇപ്പോൾ 50 വർഷമായിരിക്കുന്നു UAEയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ട്. 1971 അത്. അന്ന് ഷെയ്ഖുമാരുടെ കീഴിലുള്ള 6 മേഖലകൾ ചേർന്ന് ഒരു രാജ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. പരസ്പരം സംഘർഷത്തിലായിരുന്ന പല ഷെയ്ഖുമാരുടെ കീഴിൽ ചിതറിക്കിടന്നിരുന്ന 6 നാടുകൾ ഐക്യത്തോടെ വികസനത്തിലേക്കുള്ള യാത്ര തുടക്കം കുറിക്കുകയായിരുന്നു. തൊട്ടടുത്ത വർഷം ഒരു മേഖല കൂടി ചേർന്നതോടെ 7 എമിറേറ്റുകൾ ചേർന്ന ഇന്നത്തെ UAE പിറവി കൊണ്ടു. ഈ മേഖലയാകെ ഒരുമിപ്പിച്ചിരുന്ന കണ്ണി ബ്രിട്ടീഷുകാരായിരുന്നു. 1968 ബ്രിട്ടീഷുകാർ ഈ പ്രദേശം വിട്ടുപോകാൻ തീരുമാനിച്ചതോടെയാണ് ഐക്യത്തിന് വഴിയൊരുങ്ങിയത് പോലും. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ, റാസൽ ഖൈമ, ഉമ്മുഖുവൈൻ, അജ്മാൻ എന്നീ എമിറേറ്റുകൾ ചേർന്ന് UAE അങ്ങനെ രൂപം കൊണ്ടു. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെയും ഷെയ്ഖ് റാഷിദ് ബിൻ സൗദ് അൽ മക്തൂമിന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ ചരിത്ര പിറവി എന്നതുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 7 എമിറേറ്റുകളിൽ ജനസംഖ്യയിലും വിസ്തൃതിയിലും എണ്ണ ഉൽപാദനത്തിലും മുന്നിൽ അബുദാബി തന്നെ. UAEയുടെ തലസ്ഥാന നഗരി കൂടിയാകുന്നു അബുദാബി. സ്വാഭാവികമായും രാജ്യത്തിന്റെ നേതൃത്വവും അബുദാബിക്ക് തന്നെയാവുകയായിരുന്നു. UAEയുടെ ഭരണകേന്ദ്രമായി സുപ്രീം കൗൺസിലിന്റെ തലവൻ അബുദാബിയുടെ ഭരണാധികാരി കൂടിയാകുന്നു. ദുബായ് ഭരണാധികാരി രണ്ടാമനും ആയി. ഓരോ എമിറേറ്റിലെയും ആഭ്യന്തര കാര്യങ്ങൾ അതത് ഭരണാധികാരികളുടെ കീഴിൽ നിലനിർത്തുകയും ചെയ്തു. വിദേശകാര്യം, പ്രതിരോധം തുടങ്ങിയവ മാത്രം കേന്ദ്രഭരണത്തിന്റെ കീഴിലാക്കുന്ന രീതിയാണ് UAE ഇപ്പോഴും പിന്തുടരുന്നത്. നിലവിൽ പ്രതിരോധ വിദേശകാര്യ മന്ത്രിമാരെല്ലാം അബുദാബിയിൽ നിന്നുള്ളവരാണ്. എണ്ണയിൽ നിന്ന് ലഭിച്ച വരുമാനം ദീർഘവീക്ഷണത്തോടെ രാജ്യപുരോഗതിക്കായി ഉപയോഗിച്ചതാണ് UAEയുടെ കുതിപ്പിന് കാരണമായി മാറിയത്. എണ്ണ നിക്ഷേപം കുറഞ്ഞ ദുബായ് എമിറേറ്റ് ടൂറിസം രംഗത്തെ വികസനത്തിലൂടെ വൻ കുതിപ്പ് നടത്തുകയും ചെയ്തു. ലോക സഞ്ചാരികളെ ഏവരെയും ആകർഷിക്കുന്ന ദുബായിയാണ് നാം ഇന്ന് കാണുന്നത്. എണ്ണ വരുമാനത്തിലൂടെ നേടിയ ഈ വരുമാനത്തിന്റെ ശരിയായ ഉപയോഗത്തിന് UAEക്ക് മുന്നിലെ തടസ്സം മാനവ വിഭവശേഷിയായിരുന്നു. അങ്ങനെയാണ് ലോകത്തെങ്ങും നിന്നുള്ള തൊഴിലാളികളെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെ തന്നെ UAEയും വരവേറ്റു തുടങ്ങിയത്. UAE രൂപപ്പെടുത്തിയതിൽ ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളുടെ പങ്ക് ചെറുതല്ല. UAEയുടെ ഏതൊരു കുതിപ്പിന് പിന്നിലും ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാകും, പ്രത്യേകിച്ച് മലയാളികൾ. ആ രാജ്യത്തെ ആദ്യ സ്വകാര്യ ആശുപത്രിക്കും സ്കൂളിനും എല്ലാം പിറകിൽ ഇന്ത്യക്കാർ തന്നെയായിരുന്നു. സാധാരണക്കാരായ തൊഴിലാളികൾ മുതൽ അതിവിദഗ്ധരായ ഇന്ത്യക്കാർ വരെ 50 വർഷത്തിനിടെ ഉണ്ടായ ആ രാജ്യത്തിന്റെ കുതിപ്പിന് കാരണമായി മാറി. ഇന്ന് 200-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ളവർ UAEയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 200 ഭാഷയാണ് അവിടെ സംസാരിക്കുന്നത്. ഭാഷയുടെ വർണ്ണത്തിന്റെ വ്യത്യാസമില്ലാതെ ആരെയും ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ രാജ്യം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കൊണ്ടുവന്ന വിവിധ വിസ പദ്ധതികളിലൂടെ വിദേശികളെ സ്വീകരിക്കുന്നതിൽ കൂടുതൽ ഉദാരമാക്കുകയും ചെയ്തു UAE. അതിരുകളില്ലാതെ സ്വപ്നം കാണാനുള്ള ശേഷിയും ദീർഘവീക്ഷണവുമാണ് UAEയെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് അവിടുത്തെ ഭരണാധികാരികൾ എപ്പോഴും പറയാറുണ്ട്. 2117 ചൊവ്വ ഗ്രഹത്തിൽ ഒരു ഗ്രാമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAE അതിന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് വെറും വാക്കല്ല, തെളിയിച്ചാണ് UAE കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചൊവ്വയിൽ സാന്നിധ്യം അറിയിച്ചത്. 2014 മാത്രം തുടക്കമിട്ട പദ്ധതിയാണ് ഏതാനും വർഷം കൊണ്ട് ലക്ഷ്യം കണ്ടിരിക്കുന്നത്. എണ്ണവിലയിടിവടക്കമുള്ള പ്രതിസന്ധികൾ ഒട്ടേറെ തങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിലും ഐക്യത്തോടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള കുതിപ്പിലാണ് അരനൂറ്റാണ്ടിലെത്തുന്ന UAE നമുക്കും നൽകുന്ന പാഠം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.